വെൽക്കം ടു ഫ്ലുവൻറ്റെക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹാഫ് എ ഡേ റിട്ടൺ ബൈ നഗീബ് മഹ്ഫൂസ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ പ്രൊഫൈൽ ഓഫ് ദ ഓഥർ. ഇദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അറബ് റൈറ്ററാണ്. ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഈജിപ്ഷ്യൻ ആൻഡ് അറബ് റൈറ്ററാണ്. ഇദ്ദേഹം ഒരുപാട് നോവലുകൾ അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 35 നോവൽസ്, 350 ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് 26 സ്ക്രീൻ പ്ലേസ്. ഇദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വർക്ക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കൈറോ ട്രിലജി ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഗബലായ്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ സ്റ്റോറി ലൈൻ. ഈ സ്റ്റോറി ഒരു അലിഗറിക്കൽ ഫിക്ഷന് എക്സാമ്പിളാണ്. അലിഗറിക്കൽ ഫിക്ഷൻ എന്നാൽ ഇതിലൊരു ഹിഡൻ മീനിങ് ഉണ്ടാവും. ആ ഹിഡൻ മീനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ സ്റ്റോറി മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് ഹാഫ് എ ഡേ എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ഡേ കൊണ്ട് ഒരു ബോയിൻ്റെ ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങൾ അത് വളരെ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് ഹാഫ് എ ഡേ നമുക്ക് 3 ഫേസസ് ആയിട്ട് എടുക്കാം. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. ഈ 3 ഫേസസിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബോയിൻ്റെ ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ എക്സ്പ്ലോർ ചെയ്യാം. കഥ തുടങ്ങുമ്പോൾ നമുക്ക് 2 ക്യാരക്ടേഴ്സിനെ കാണാവുന്നതാണ്. ഒന്ന് ഈ കഥയുടെ നറേറ്റർ ആയിട്ടുള്ള ഒരു ലിറ്റിൽ ബോയ് ആൻഡ് ഹിസ് ഫാദർ. ഇവർ 2 പേരും കൂടെ നറേറ്ററിൻ്റെ സ്കൂളിലേക്ക് പോവാണ്. അന്ന് നമ്മുടെ ലിറ്റിൽ ബോയിൻ്റെ സ്കൂളിലുള്ള ഫസ്റ്റ് ഡേ ആണ്. നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും അല്ലേ, നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ വളരെ ടെൻസ്ഡ് ആയിരിക്കും. അത്രയും കാലം വീട്ടിൽ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന നമ്മൾ പെട്ടെന്നൊരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മേനൊക്കെ വിട്ടു പോകുന്ന സമയത്തുള്ളൊരു ടെൻഷൻ, ആ ഒരു ടെൻഷനിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത്. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. ഇവിടെ ഐ റെഫർ ചെയ്യുന്നത് നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള ലിറ്റിൽ ബോയിനാണ്. ലിറ്റിൽ ബോയ് ആരുടെ കൂടെയാണ് പോകുന്നത്? ഫാദറിന്റെ കൂടെ പോവാണ്. ആൻഡ് ഹി ഈസ് റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. ലോങ് സ്ട്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്റ്റെപ്സ് ആണ്. ഫാദറിന്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട് റണ്ണിങ് എന്നാണ് പറയുന്നത്. നടക്കുകയല്ല, ഓടുന്ന പോലെ നടക്കുകയാണ്. നമ്മൾ ചെറുപ്പത്തിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ നടക്കുന്ന സമയത്ത് അവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടൊന്ന് സ്പീഡിൽ നടക്കില്ലേ, ഓടുന്ന പോലെ. അങ്ങനെ നടന്നു പോവാണ് നമ്മുടെ നറേറ്റർ. ഓൾ മൈ ക്ലോത്ത്സ് വർ ന്യൂ, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ്. എൻ്റെ ഡ്രസ്സസ് ഒക്കെ പുതിയതാണ്. ബ്ലാക്ക് ഷൂസ് ഉണ്ട്, ഗ്രീൻ സ്കൂൾ യൂണിഫോം ഉണ്ട്, അതേപോലെ റെഡ് ടർബൂഷ് ഉണ്ട്. ടർബൂഷ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഹാറ്റ് ആണ്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് however was mixed. This was no feast day, but the day on which I was to be cast in school for the first time. എൻ്റെ ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. എനിക്ക് ഈ പുതിയ ഡ്രസ്സൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു നല്ല സന്തോഷമല്ല, ബട്ട് ഇറ്റ്സ് എ മിക്സ്ഡ് ഫീലിംഗ്. എന്തുകൊണ്ടാണ്? ഫോർ ദിസ് വാസ് ടു ഫീസ്റ്റ് ഡേ. ഇതൊരു ഫീസ്റ്റ് ഡേ ഒന്നും അല്ല, അതായത് നല്ല ഫുഡൊക്കെ അടിക്കാൻ പറ്റിയ ഒരു ഫെസ്റ്റീവ് ഡേയോ കാര്യങ്ങളൊന്നും അല്ല. ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ്, എന്നെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കുന്ന ദിവസമാണ്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ്. അമ്മ വിൻഡോയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരെ നോക്കിക്കൊണ്ട്? ഞാനും അച്ഛനും പോകുന്നത് നോക്കിയിട്ട് അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹർ ഫ്രം ടൈം ടു ടൈം. ഞാൻ അമ്മേനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തിനാണ് തിരിഞ്ഞു നോക്കുന്നത്? അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. അമ്മേനിങ്ങനെ, അമ്മ ഇപ്പം വിളിക്കുകയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ തിരിഞ്ഞ് ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. വി വാക്ക്ഡ് അലോങ് എ street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees and few date palms. പക്ഷെ അങ്ങനെ നോക്കിയതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അമ്മ വിളിച്ചില്ല. We walked along a street lined with gardens. നമ്മൾ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ചുറ്റും ഗാർഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ both sides were extensive fields. 2 സൈഡിലായിട്ട് വലിയ ഫീൽഡുകളുണ്ട്. planted with crops, prickly pears and henna trees and few date palms. അതുപോലെ തന്നെ prickly pears എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാക്ടസ് ഇല്ലേ, കള്ളിമുൾ ചെടി എന്ന് പറയില്ലേ, അതാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? ബോത്ത് സൈഡ്സിൽ ഹെന്ന ട്രീസ് ഉണ്ട്, കുറച്ച് ഡേറ്റ് പാംസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചോദിക്കുകയാണ് വൈ സ്കൂൾ? ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഇനിയിപ്പം ഒന്നും മിണ്ടാതെ നടന്നിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ നെറേറ്റർക്ക് മനസ്സിലായി. അമ്മ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയായിരുന്നു, പക്ഷെ അമ്മയും വിളിച്ചില്ല. ഇനി ഒരു വഴിയില്ല, നേരെ ചോദിക്കുകയാണ് വൈ സ്കൂൾ? എന്തിനാണ് ഇപ്പോൾ സ്കൂളിൽ പോകുന്നത്? ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ ഓപ്പൺലി എൻ്റെ ഫാദറിനെ ചലഞ്ച് ചെയ്തു. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോ യു. ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ സ്കൂളിൽ കൊണ്ടയക്കുന്നത് ചോദിക്കുകയാണ് നമ്മുടെ നറേറ്റർ. ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ?
he said, laughing. School is not a punishment. It's the factory that makes useful people out of children. Don't you want to grow up? അച്ഛൻ പറയാണ്, ഞാൻ നിന്നെ പണിഷ് ചെയ്യാന്നല്ല, ആണോ? He said, laughing. ചിരിച്ചുകൊണ്ട് പറയാണ്, സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെന്റ്. ഇറ്റ്സ് ദ ഫാക്ടറി. സ്കൂൾ ഒരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല, അതൊരു ഫാക്ടറിയാണ്. ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിൽ നിന്നും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പീപ്പിളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പണിഷ്മെന്റ് ചെയ്യാനുള്ള സ്ഥലമൊന്നുമല്ല. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വലുതാവണ്ടേ? നമ്മളോട് ചെറുപ്പത്തിൽ പറയുന്ന സ്ഥിരം ഡയലോഗാണ് അല്ലേ? നിനക്ക് വലുതാവണ്ടേ, അതിനല്ലേ സ്കൂളിൽ പോകുന്നത്? അതേ കാര്യം പറയണം. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. പക്ഷെ എന്താണ് അച്ഛൻ ഈ പറഞ്ഞതിൽ ഞാൻ അത്ര കൺവിൻസ്ഡ് അല്ല. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. It looked like some huge high-walled fortress, stone and grim. പക്ഷെ എന്താണ് അച്ഛൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ അത്ര കൺവിൻസ്ഡ് അല്ല. ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെ എൻ്റെ വീട്ടിലെ ഇൻറ്റിമസിയിൽ നിന്നും, വീടുമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയിൽ നിന്നും പറിച്ച് ഈ ഒരു വലിയ കോട്ട പോലെ തോന്നുന്ന, ഫോർട്രസ് എന്ന് പറഞ്ഞാൽ കോട്ടയാണ്, കോട്ട പോലെ തോന്നുന്ന ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയി എറിയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. When we arrived at the gate, we could see the courtyard, vast and crammed full of boys and girls. Go and buy yourself, said my father, and join them. Put a smile on your face and be a good example to others, won't you? അങ്ങനെ എവിടെ എത്തി? സ്കൂളിലെത്തി. When we arrived at the gate, we could see the courtyard. ഗേറ്റിനടുത്തെത്തിയപ്പോൾ നമുക്ക് ആ മുറ്റം കാണാമായിരുന്നു. വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. എന്താണ്, വളരെ വിശാലമാണ്. വാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശാലമാണ്. അതുപോലെ തന്നെ ക്രാംഡ് ആണ്. ക്രാംഡ് മീൻസ് ക്രൗഡഡ്. ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. എന്താണ്, നിറയെ ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ട്. ഗോ ആൻഡ് ബൈ യുവർ സെൽഫ്. അച്ഛൻ പറയാണ്, ഇനി നീ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവാ. സെറ്റ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം. പറയാണ്, എന്നിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. മോണ്ടി, എന്താണ് നിന്റെ മുഖത്ത് എന്താണ് മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ നിൽക്കരുത്. എന്താക്കണം, മുഖത്തൊരു ചിരി വെക്കണം. എന്നിട്ട് മറ്റുള്ള ആൾക്കാർക്ക് നല്ലൊരു എക്സാമ്പിൾ ആവണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഫാദർ. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്, ബട്ട് ഹി ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. ബി ബോൾഡ്, ഹി സെഡ്. ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് for you when it's time to live. അപ്പോൾ എന്താണ്, ഹെസിറ്റേറ്റഡ്, മടിയോടുകൂടി, ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. എന്താണ്, ഞാൻ മടിയോടുകൂടി അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് തൂങ്ങി. ബട്ട് ഹി ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. പക്ഷെ എന്താണ്, അച്ഛൻ എന്നെ പതുക്കെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പുഷ് ചെയ്തു. ബി ബോൾഡ്, എന്നിട്ട് പറയാണ്, എന്താണ് നീ ഇങ്ങനെ കളിക്കുന്നത്? ബി ബോൾഡ്, ഹി സെഡ്. ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്. ഇന്നാണ് നീ നിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. എന്താണ്, പോവാനുള്ള ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും, നിന്നെയും കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ടാവും. I took a few steps, then stopped and looked, but saw nothing. Then the face of boys and girls come into view. I did not know a single one of them. None of them knew me. I felt I was a stranger who had lost his way. But glances of curiosity were directed towards me, and a boy approached and asked, "Who brought you?" അങ്ങനെ എവിടെ എത്തി? സ്കൂളിലെത്തി. മുന്നോട്ടേക്ക് നടക്കുകയാണ്. കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ടേക്ക് നടന്നു. എന്നിട്ടൊന്ന് അവിടെ നിന്നു, ഒന്ന് ചുറ്റും നോക്കി. ബട്ട് സോ നത്തിങ്, ഒന്നും കാണുന്നില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കം ഇൻ ടു വ്യൂ. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് എത്തിയപ്പോൾ എന്താണ്, അവിടെയുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയൊക്കെ മുഖം കാണാൻ തുടങ്ങി. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. എനിക്ക് അവരെ ആരെയും അറിയില്ല. നൺ ഓഫ് ദം ന്യൂ മീ. അവർക്ക് ആർക്കും എന്നെ അറിയില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ. എനിക്ക് വളരെ എന്നെ തന്നെ ഒരു അപരിചിതനെ പോലെ തോന്നി. ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. എന്താണ്, വഴി നഷ്ടപ്പെട്ടു പോയ ഒരു സ്ട്രേഞ്ചറിനെ പോലെ തോന്നി എനിക്ക്. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വർ ഡയറക്റ്റഡ് ടുവേർഡ്സ് മീ. എന്താണ്, ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആകാംക്ഷ അല്ലേ? വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് എൻ്റെ അടുത്തേക്ക് ആൾക്കാർ നോക്കുന്നുണ്ട്. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നോക്കാം. ആൻഡ് ദ ബോയ് അപ്രോച്ച്ഡ് and asked. ഒരു ബോയ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, "Who brought you?" എന്നിട്ട് ആരെങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? "My father," I whispered. ഞാൻ എന്ത് പറഞ്ഞു? എന്നെ ഇവിടെ ആക്കിയതൊക്കെ ഫാദറാണെന്ന് പറഞ്ഞു. "My father is dead," he said simply. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് ചോദിച്ച ബോയ് പറയുകയാണ്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. I did not know what to say. എന്താണ്, ഇപ്പം ഇവനോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. The gate was closed. ഗേറ്റ് അടച്ചു. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. ഒരു പിറ്റിയബിൾ സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ ദയനീയമായ ഒരു നിലവിളി ശബ്ദത്തോടു കൂടെ ആ ഗേറ്റ് അടഞ്ഞു.
അവിടെ ആ ഒരു പിറ്റിയബിൾ സ്ക്രീച്ച് എന്ന് പറയാൻ കാരണം ഒട്ടും നരേറ്റർ നല്ലൊരു മൂഡിലല്ല. അപ്പോൾ അവിടെയുള്ള ശബ്ദങ്ങൾ വരെ ഇയാൾക്ക് ഭയങ്കര ദയനീയമായിട്ട് തോന്നുകയാണ്. സം ഓഫ് ദി ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. കുറേ പേരൊക്കെ എന്താണ് കരയാൻ തുടങ്ങി. ദ ബെൽ റാങ്. ബെല്ലടിച്ചു. ദ ലേഡി കം അലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. ഒരു ലേഡി വന്നു. ലേഡിയുടെ കൂടെ ആരുണ്ട്? കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെൻ ഉണ്ട്. ദ മെൻ ബിഗൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. ആ വന്ന ആൾക്കാർ എന്താണ് ഇവരെ ഓരോരോ റാങ്ക് ആക്കിയിട്ട് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഗ്രൂപ്പാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദിസ് ഈസ് യുവർ ന്യൂ ഹോം, സെഡ് ദ വുമൺ. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. Here there is everything that is enjoyable and beneficial to knowledge and life. Dry your tears and face life joyfully, won't you? അപ്പോൾ നമ്മുടെ വുമൺ പറയാണ്, ദിസ് ഇസ് യുവർ ന്യൂ ഹോം. ഇത് നിന്റെ പുതിയ വീടാണ്. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. ഹിയർ ദർ ഇസ് എവറിത്തിങ് ദാറ്റ് ഇസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. അതായത് അറിവ് കിട്ടാനും അതേപോലെ ജീവിതത്തിന് ഉപകാരമായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എൻജോയബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. എന്താണ് കണ്ണൊക്കെ തുടച്ചിട്ട് ലൈഫിനെ വളരെ സന്തോഷത്തോടു കൂടെ ഫേസ് ചെയ്യാം. വോണ്ട് യു? ചെയ്യില്ലേ? വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ദാറ്റ് ആൻഡ് ദ സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടന്റ്മെന്റ്. This is your new home, said the woman. Here too there are mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge and life. Dry your tears and face life joyfully, won't you? നമ്മുടെ വുമൺ പറയാണ്, ദിസ് ഇസ് യുവർ ന്യൂ ഹോം. ഇത് നിന്റെ പുതിയ വീടാണ്. ഹിയർ there are two. This is your new home, said the woman. Here too there are mothers and fathers. ഇവിടെ എന്താണ്? ഇത് നിന്റെ പുതിയ വീടാണ്. ഇവിടെ നിനക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. ഹിയർ ദർ ഇസ് എവറിത്തിങ് ദാറ്റ് ഇസ് എൻജോയബിൾ. എന്താണ്? നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ആൻഡ് എൻജോയ്മെന്റ് മാത്രമല്ല, ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടും ലൈഫിന് ഉപകാരപ്രദമാവുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഡ്രൈ യുവർ ടിയേഴ്സ്. എന്താണ്? കണ്ണൊക്കെ തുടച്ചിട്ട് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. വോണ്ട് യു? ജീവിതത്തെ വളരെ ജോയ്ഫുൾ ആയിട്ട് സമീപിക്കാം. വോണ്ട് യു? ചെയ്യില്ലേ? വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എസ് എ സോർട്ട് ഓഫ് കണ്ടന്റ്മെന്റ്. എന്താണ്? നമ്മൾ ഇനിയിപ്പോൾ എന്താണ് വെറുതെ കരഞ്ഞിട്ടോ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ഫാക്ട് നമുക്ക് മനസ്സിലായി. ആൻഡ് ദിസ് സബ്മിഷൻ, ഈ ഒരു സബ്മിഷൻ നമുക്ക് എന്താണ്? ഒരു സ്റ്റേറ്റ് ഓഫ് കണ്ടന്റ്മെന്റ് നൽകി. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംതൃപ്തി നൽകി. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. എന്താണ്? ലിവിങ് ബീയിങ്സ് മറ്റുള്ള ലിവിങ് ബീയിങ്സ് ആയിട്ട് പെട്ടെന്ന് തന്നെ അട്രാക്റ്റഡ് ആവും. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വെർ ടു ബി മൈ ഫ്രണ്ട്സ്. എന്താണ്? എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കേണ്ട അവിടുത്തെ ബോയ്സ് ഒക്കെ ആയിട്ട് ഫ്രം ദ വെരി ഫസ്റ്റ് മൊമെന്റ് എന്താണ്? എൻ്റെ ഹാർട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയ്ഡ് ചെയ്തു. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. എന്താണ്? ഗേൾസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്നല്ല പറയുന്നത്, ഫെൽ ഇൻ ലവ് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് സീം ടു ബി മൈ മിസ്ഗിവിങ്സ് ഹാഡ് നോ ബേസിസ്. പിന്നെ എനിക്ക് തോന്നി എന്താണ്? എൻ്റെ ഈ ഒരു മിസ്ഗിവിങ്സ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ബോയിൻ്റെ മൈൻഡിൽ എന്തായിരുന്നു ഉള്ളത്? സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഫോർട്രസ് പോലെയുള്ള കാര്യമാണ്. അവിടെ ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊന്നുമില്ല. എന്തിനാണ് എന്നെ അങ്ങനത്തെ ആ ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുപോയി വലിച്ചെറിയുന്നതെന്ന് ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ ഈ മിസ്ഗിവിങ്സിനൊന്നും വലിയ ബേസിസ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മുടെ ബോയ്ക്ക് മനസ്സിലായി. ഐ ഹാഡ് നെവർ ഇമാജിൻ സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. എന്താണ്? സ്കൂൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊന്നും ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ പോലും ഇമാജിൻ ചെയ്തിട്ടില്ല. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഗെയിംസ് കളിച്ചു. സ്വിങ്സ് ഉണ്ടായിരുന്നു. സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലുണ്ടായിരുന്നു. അതേപോലെ തന്നെ വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്, അതുപോലത്തെ ഒരുപാട് വെറൈറ്റി ഓഫ് ഗെയിംസ് നമ്മൾ കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ പോയിട്ട് നമ്മൾ ആദ്യമായിട്ട് പാട്ട് പാടി ഒരുമിച്ച്. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. നമുക്ക് ലാംഗ്വേജിലേക്കുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ലഭിച്ചു. വി ഹാഡ് എ ഗ്ലോബ് ഓഫ് എർത്ത്. എന്തുണ്ട്? ഒരു ഗ്ലോബ് ഉണ്ട് കയ്യിൽ, വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെന്റ്സ് ആൻഡ് കൺട്രീസ്. ആ മാപ്പ്, ആ ഗ്ലോബ് നോക്കിയിട്ട് നമ്മൾ വേരിയസ് ആയിട്ടുള്ള കോണ്ടിനെന്റ്സ് അതുപോലെ തന്നെ രാജ്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. നമ്മൾ നമ്പേഴ്സ് പഠിക്കാൻ വേണ്ടി തുടങ്ങി. വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്. ഒരുപാട് നല്ല ഫുഡ് കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. ചെറുതായിട്ടൊന്ന് മയങ്ങി. ആൻഡ് വോക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. അവിടെ അന്ന് സ്കൂളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവര് ഒരുപാട് തരത്തിലുള്ള ഗെയിംസ് കളിച്ചു. പിന്നെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. ഗ്ലോബ് എക്സ്പ്ലോർ ചെയ്തു. ലാംഗ്വേജ് പഠിച്ചു. ലാംഗ്വേജിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു, പിന്നെ ചെറിയൊരു ലിറ്റിൽ നാപ്പ് എടുത്തു. ആൻഡ് വോക്കപ്പ് ആൻഡ് ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേയിങ് ആൻഡ് ലേണിംഗ്. പിന്നീട് നമ്മുടെ ബോയ്ക്ക് മനസ്സിലാവാണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അത്ര ഒരു പ്രയാസമേറിയ കാര്യമല്ല. അവിടെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട്, പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, പല തരത്തിലുള്ള ഗെയിമുകളുണ്ട്. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ വഴി തെളിഞ്ഞു വന്നു, പക്ഷേ നമ്മളത് ഒരിക്കലും ടോട്ടലി സ്വീറ്റ് ആണെന്നോ അല്ലെങ്കിൽ അൺക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ പ്രയാസമൊന്നും ഇല്ലാത്തതാണെന്നോ നമ്മൾ കരുതുന്നില്ല. ഡെസ്ലൈഡൻ വിൻഡ്സ്, പൊടിഞ്ഞറിഞ്ഞ കാറ്റുകൾ, ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആക്സിഡൻസ്, ഇതൊക്കെ ഉണ്ടാവാം. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആൻഡ് വെരി പേഷ്യൻറ്റ്, വളരെ ക്ഷമയുള്ളതായിരിക്കണം. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്, വെറുതെ ഇങ്ങനെ കളിച്ച് നടക്കുക എന്നുള്ളതല്ല. Rivalries could bring about pain and hatred or give rise to fighting, and while the woman would sometimes smile, she would often scowl and scold. പിന്നീട് എന്താണ് റൈവൽറീസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ടാവാം. അത് വളരെ പെയിന്, അതേപോലെ തന്നെ ഹേറ്റ്രഡ് എന്ന് പറഞ്ഞാൽ വെറുപ്പ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായി വരാം. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ, ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ത്രീ, ഷീ വുഡ് ഓഫൻ സ്കൗൾ ആൻഡ് സ്കോൾഡ്. ഇവരെന്താണ് ചില സമയത്ത് ചിരിക്കും, ചിലപ്പോഴൊക്കെ ഇവരെന്താണ് സ്കൗൾ എന്ന് പറഞ്ഞാൽ ആംഗ്രി ലുക്ക്, ഒരു വളരെ ദേഷ്യത്തോടെ നമ്മളെ നോക്കാം. അതേപോലെ തന്നെ സ്കോൾഡ്, വഴക്ക് പറയാം. ഈവൻ മോർ ഫ്രീക്വൻലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെന്റ്. പിന്നീട് എന്താണ് ഈ വെറുതെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നതോ വഴക്ക് പറയുന്നതോ മാത്രമല്ല, ഫിസിക്കൽ പണിഷ്മെന്റിലേക്ക് വരെ ഇത് പോകാം. ദ ബെൽ റാങ് അനൗൺസിംഗ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് ദ വർക്ക്. അങ്ങനെ ഇരിക്കെ ബെല്ലടിച്ചു. The throngs of children rushed towards the gate. Throngs means a group of children, not the crowd of children. They were rushed towards the gate. അവർ ഗേറ്റിലേക്ക് വളരെ റഷ് ചെയ്തുകൊണ്ട് പോയി. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഓടിപ്പോയില്ലേ. Which was opened again. ആ ഗേറ്റ് പിന്നെയും തുറന്നു. I bade farewell to my friends and sweethearts and passed through the gate. ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് I peered around but found no trace of my father. ഞാൻ ചുറ്റും നോക്കി, പക്ഷെ എന്താണ് എൻ്റെ ഫാദറിൻ്റെ ഒരു ട്രേസ് അവിടെ കാണുന്നില്ല, എൻ്റെ ഫാദറിനെ അവിടെ കാണുന്നില്ല. ഹു ഹാഡ് പ്രോമിസ് ടു ബി ദർ. എന്നോട് എന്ത് പറഞ്ഞിരുന്നു, എന്നെ അവിടെ കൊണ്ടാക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ കൂട്ടാൻ ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഫാദറിനെ അവിടെ കാണുന്നില്ല. ഐ സ്റ്റെപ്ഡ് aside to wait. ഞാൻ കുറച്ച് അവിടെ നിന്നു, വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നു. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് അവെയിൽ. ഞാൻ ഒരുപാട് സമയം, ഒരു അവെയിൽ എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് ഒരു കാര്യമില്ലാതെ ഞാൻ അവിടെ കാത്തു നിന്നു. അതായത് ഫാദർ വന്നില്ല. ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ്, ഞാൻ കുറച്ച് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചതിന് ശേഷം എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാൻ എൻ്റെ മുന്നിൽ കൂടെ കടന്നുപോയി. ആൻഡ് ഐ റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. എനിക്ക് എപ്പോഴോ ഇയാളെ പരിചയം ഉണ്ടായിരുന്നല്ലോ. He came towards me. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു, സ്മൈലിംഗ് ആൻഡ് shook me by the hand. എന്നിട്ട് എനിക്ക് ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നു, saying, "It's a long time since we last met. How are you?" നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ആ മിഡിൽ ഏജ്ഡ് മാൻ പറയാണ്, ഇങ്ങനെയാണ് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. As you can see, not all that good. The Almighty be praised. എന്താണ് കാണുന്ന പോലെ തന്നെ അത്ര വലിയ സുഖമൊന്നുമില്ല എന്നുള്ള രീതി, നമ്മൾ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു എന്ന് പറയില്ലേ, അങ്ങനെ പറയാണ്. The Almighty be praised. സർവശക്തന് സ്തുതി എന്ന് പറയില്ല. Again he shook me by hand and went off. അയാൾ എനിക്ക് വീണ്ടും കൈ തന്നു, എന്നിട്ട് പോയി. I proceeded a few steps. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. Then came to a startled halt. അതിനുശേഷം പെട്ടെന്ന് ഒരു sudden stop. Startled halt means a sudden stop. Good Lord, where was the street lined with gardens? ചോദിക്കാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ചുറ്റും ഗാർഡൻ ഉണ്ടായിരുന്നു. ആ സ്ട്രീറ്റ് ഇവിടെ പോയി കാണുന്നില്ല. Where had it disappeared to? അതെങ്ങോട്ട് പോയി? When did all these vehicles invade it? എപ്പോഴാണ് ഈ വാഹനങ്ങളൊക്കെ ഇവിടെ invade means occupy ചെയ്തത്? And when did all these hordes of humanity come to live upon its surface? എങ്ങനെയാണ് ഹോർഡ്സ് എന്ന് പറഞ്ഞാൽ ക്രൗഡാണ്. എങ്ങനെയാണ് ഇത്രയും ക്രൗഡ് ഇവിടെ ഉണ്ടായത്? ഇത്രയും ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ താമസിച്ചത്?
ഹൗ ഡിഡ് ദിസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ്സ് സൈഡ്സ്? എങ്ങനെയാണ് ഇവിടെ ഇത്രയും വലിയ വേസ്റ്റിന്റെ കൂമ്പാരം, അതായത് ഒരു ഹില്ല് പോലെ, ഒരു കുന്ന് പോലെ വേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് വന്നത്? ആൻഡ് വേർ വർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്? അവിടെ ഇയാൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഫീൽഡുകളൊക്കെ അതൊക്കെ എവിടെ പോയി? ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ. ഒരുപാട് വലിയ ബിൽഡിങ്സ് ഒക്കെ വന്നു. ദ സ്ട്രീറ്റ് സെർച്ച്ഡ് വിത്ത് ചിൽഡ്രൻ. സ്ട്രീറ്റിൽ നിറയെ കുട്ടികളാണ്. ആൻഡ് ദ ഡിസ്റ്റർബിംഗ് നോയ്സ് ഷുക്ക് ദ എയർ. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വാഹനങ്ങളുടെ ഒക്കെ നോയ്സ് ആയിരിക്കും പറയുന്നത്. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള നോയ്സ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. പിന്നീട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു ബാൻഡ് വരുന്നുണ്ട്. അതൊരു സർക്കസിന്റെ ഓപ്പണിംഗ് അനൗൺസ് ചെയ്യുന്ന ഒരു ബാൻഡ് വരുന്നുണ്ട്. അതിന്റെ മുന്നിൽ വിത്ത് ക്ലൗൺസ് ആൻഡ് വെയിറ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. അതിന്റെ മുന്നിൽ ആ സർക്കസിലെ ക്ലൗൺസ് ഉണ്ട്, അതേപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റേഴ്സ് ഒക്കെ മുന്നിൽ നടക്കുന്നുണ്ട്. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രൗൾഡ് മെജസ്റ്റിക്കലി ബൈ. അതിനുശേഷം കാണുന്നത് ഒരു ലൈനാണ്, ലൈൻ ഓഫ് ട്രക്സ്. അതിൽ ആ ട്രക്സിൽ എന്താണുള്ളത്? സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ആണുള്ളത്. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെയാണ് പിന്നീട് നമ്മുടെ ബോയ് കാണുന്നത്. പെട്ടെന്ന് എൻറ്റയർ സീനറി മാറാണ്. The siren of a fire engine shrieked, and it was not clear how the vehicle would cleave its way to reach the blazing fire. പിന്നീട് കേൾക്കുന്നത് ഒരു ഫയർ എഞ്ചിൻ്റെ സൈറൺ ആണ്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ, എങ്ങനെ ഈ ഫയർ എഞ്ചിൻ ഈ ഫയറുള്ള സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളത് ക്ലിയർ അല്ല. കാരണം അത്രയും വാഹനങ്ങൾ കടന്നിട്ട് വേണം പോവാൻ. അതൊക്കെ നമ്മുടെ ബോയ് ആലോചിക്കുകയാണ്. എ ബാറ്റിൽ റേഞ്ച്ഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ. പിന്നീട് കാണുന്നത് ഒരു ടാക്സി ഡ്രൈവറും അതിൻ്റെ പാസഞ്ചറും തമ്മിൽ, അവരുടെ പാസഞ്ചറും തമ്മിലൊരു യുദ്ധം നടന്നുകൊണ്ട്, ഒരു ബാറ്റിൽ അല്ലെങ്കിൽ ഒരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. While the passenger's wife called out for help, no one answered. ഈ സമയത്ത് നമ്മുടെ പാസഞ്ചറിന്റെ വൈഫ് സഹായത്തിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്. ഈ ബോയ് പറയാണ്, ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്. ഞാനൊരു ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്. മൈ ഹെഡ് സ്പൺ, എൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി. ഹൗ കുഡ് ഓൾ ദിസ് ഹാപ്പൻ ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്? എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഒരു ഹാഫ് എ ഡേ കൊണ്ട് സംഭവിക്കുക? ബിറ്റ്വീൻ ദ ഏർലി മോർണിംഗിലും സൺസെറ്റിനും ഇടയിലുള്ള ഈ ഒരു ഹാഫ് എ ഡേ ടൈം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മുടെ ബോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിച്ചിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തും. ബട്ട് വെർ വാസ് മൈ ഹോം? പക്ഷെ എൻ്റെ വീട് എവിടെയാണ്? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോഡ്സ് ഓഫ് പീപ്പിൾ. എനിക്ക് ആകെ കാണാൻ പറ്റുന്നത് വലിയ വലിയ ബിൽഡിങ്സും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രമാണ്. ഐ ഹേസ്റ്റൻ ഓൺ ദ ക്രോസ് റോഡ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബുക്കോദ. ഐ ഹാവ് ടു ക്രോസ് അബുക്കോദ ടു റീച്ച് മൈ ഹൗസ്. ഞാൻ പെട്ടെന്ന് തന്നെ, ഹേസ്റ്റൻ മീൻസ് മൂവ് ക്വിക്ലി, പെട്ടെന്ന് തന്നെ എങ്ങോട്ടേക്ക് പോയി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി, അബുക്കോദ എന്ന് പറയുന്ന പ്ലേസ് ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷെ എന്താണ് സ്ട്രീം ഓഫ് കാർസ് എന്നാണ് പറയുന്നത്? ആ റോഡിൽ ഒരു വാഹനങ്ങൾ, കാർസൊക്കെ ഒരു ഒഴുക്ക് പോലെ അത്രയും നിർത്താതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഫയർ എഞ്ചിൻ സൈറൺ വാസ് സ്ട്രൈക്കിംഗ് അറ്റ് ദ ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് എ സ്നെയിൽ സ്പേസ്. എനിക്ക് പിന്നെ കേൾക്കാൻ പറ്റുന്നത് ഈ ഫയർ എഞ്ചിൻ്റെ സൗണ്ട് വളരെ ഹൈ പിച്ചിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം അതൊരു സ്നെയിൽ സ്പേസിലാണ്. സ്നെയിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഒച്ചിൻ്റെ വേഗതയിലാണ് അത് എഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സൈറൺ എനിക്ക് ഫുൾ പിച്ചിൽ കേൾക്കാം. ആൻഡ് ഐ സെഡ് ടു മൈസെൽഫ്, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ്സ് കൺസ്യൂംസ്. പിന്നീട് ഞാൻ എന്നോട് തന്നെ പറയാണ്, ആ ഫയറിന് അതിൻ്റെ പ്ലഷർ കിട്ടും. അതെന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതിൻ്റെ പ്ലഷർ ഫയറിന് കിട്ടിക്കോട്ടെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫയർ എഞ്ചിൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ആ സാധനം മുഴുവൻ കത്തി തീർന്നിട്ടുണ്ടാവും. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. വളരെ ഇറിറ്റേറ്റഡ് ആണ് നമ്മുടെ ബോയ്. വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴാണ് ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുക? ഐ സ്റ്റുഡ് ദം എ ലോങ് ടൈം അണ്ടിൽ ദ യങ് ലാഡ് എംപ്ലോയ്ഡ് അറ്റ് ദ അയണിംഗ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. ഞാൻ ഒരുപാട് സമയം അവിടെ നിന്നു. അവിടെ ഒരു അയണിംഗ് ഷോപ്പിൽ ഒരു യങ് ലാഡ്, ഒരു യങ് ബോയ് ഉണ്ട്. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയം വരെ ഞാൻ അവിടെ നിന്നു. ഹി സ്ട്രെച്ച്ഡ് ഓൺ ഹിസ് ആം ആൻഡ് സെഡ് ഗാലന്റ്ലി. എൻ്റെ നേരേക്ക് കൈ നീട്ടിയിട്ട് വളരെ ഗാലന്റ്ലി മീൻസ് റെസ്പെക്ട്ഫുള്ളി അല്ലെങ്കിൽ പൊളൈറ്റ്ലി എന്നോട് പറഞ്ഞു, ഗ്രാൻഡ്പാ, ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഇതൊരു സിംബോളിക് സ്റ്റോറിയാണ്. ഇതിൽ ഓരോരോ ഫേസും നമ്മുടെ ഈ ടൈമിൽ, ഒരു ഡേ ടൈമിലുള്ള ഓരോരോ ഫേസ്, ഇപ്പം മോർണിംഗ്, ആഫ്റ്റർനൂൺ,
ഈവനിങ്. ഇത് മനുഷ്യന്മാരുടെ ലൈഫിലുള്ള ഓരോരോ കാലഘട്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ ഒരു ടൈം ലൈൻ വെച്ചിട്ട് പറഞ്ഞില്ലേ, ഈ മോർണിംഗ് ചൈൽഡ്ഹുഡ് ആണ്, ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത്, ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്ക് അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ വന്നു അല്ലേ, അത് നമ്മുടെ ഒരു യങ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ആ ഒരു ടൈമിലാണല്ലോ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിനുശേഷം വരുന്ന ഈവനിങ് ടൈമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ബോയ് ഓൾഡ് ഏജിലേക്ക് വന്നിട്ടുണ്ട്, ലൈഫിൻ്റെ അവസാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് വളരെ സിംബോളിക്കായിട്ട് ഈ സ്റ്റോറിയിലൂടെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് സ്റ്റോറിയുടെ ഒരു സമ്മറിയാണ്, നന്നായിട്ട് വായിക്കുക. ഇതിൽ മെയിൻ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പോയിന്റ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡയറി, ലെറ്റർ, അതേപോലെ നറേഷൻ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ള പോയിന്റ്സ് ഇതിലുണ്ട്. നന്നായിട്ട് വായിച്ച് പഠിക്കാം. താങ്ക് യു.